ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസും കണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ നമുക്ക് ഒരുപാട് എതിർപ്പുണ്ട്. ഇയാളുടെ ആശയങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെ വേണം. നമ്മൾ എന്തായാലും അംഗീകരിക്കേണ്ട വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായതാണ്. പൊതുശത്രുവായ ബ്രിട്ടീഷുകാർക്ക് എതിരെ സംഘടിച്ചിട്ടുണ്ടായ ഒരു ഐക്യമേ നമുക്കുള്ളൂ. സാംസ്കാരികമായോ ഭാഷാപരമായോ നമ്മൾ ഒന്നിച്ചല്ല. ബ്രിട്ടീഷുകാരെ ബലപ്രയോഗം കൊണ്ട് ഒന്നിപ്പിച്ച ഇന്ത്യയിൽ ആ ബ്രിട്ടീഷുകാരെ ബലപ്രയോഗത്തിൽ സമരം ചെയ്ത് പുറത്താക്കി ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊതുശത്രുവിന്റെ ബോധത്തിനകത്തുനിന്ന് രൂപപ്പെട്ടതാണ് നമ്മൾ. പഞ്ചാബുകാരനായും ബംഗാളുകാരനുമായും നമുക്ക് യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തുള്ള ഐക്യത്തിന് പകരം ഏകമായ ഒരു ഇന്ത്യക്കകത്ത് ഒരു സംസ്കാരമുള്ളവരെ പോലെ പരസ്പരം പെരുമാറണമെന്ന് നിർബന്ധിക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസമുട്ടലുകളാണ് നമ്മൾ അനുഭവിച്ചത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ പോലെ ഒരു ഇന്ത്യൻ യൂണിയനാണ് നമ്മൾക്കുള്ളത്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതിനു പകരം സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ മുകളിൽ ആധിപത്യം ഉള്ളതാണെന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ല.